എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വിൻസ്മോക്ക് ഫാമിലിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പെൺകുട്ടി, അതായത് സാഞ്ചിയുടെ സിസ്റ്റർ, അവൾ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്ന് അവരുടെ അടുത്ത് പറയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. പക്ഷെ അടുത്ത നിമിഷം വെള്ളത്തിലേക്ക് തള്ളിയിട്ട അവളുടെ ബ്രദർ, അവനാണെങ്കിൽ ഫുൾ ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് അതിലേക്ക് വരികയാണ്. ചോപ്പറിനും നമ്മുടെ ആൾക്കാർക്കൊക്കെ അത് കണ്ട് ഭയങ്കര അതിശയം. ഒരുപക്ഷെ ഇവനും ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടായിരിക്കുമെന്ന് അവർ ചിന്തിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കടലിൽ പോയാൽ അവനെ കൊണ്ട് ഒരിക്കലും മുകളിലേക്ക് വരാനായിട്ട് കഴിയില്ല. സാഞ്ചിയെ പോലെ ഒരുപക്ഷെ എയർ വാക്ക് ചെയ്യാനുള്ള പവർ, അതൊക്കെ ആയിരിക്കും ഇവന്റെ സ്പെഷ്യാലിറ്റി. അതിനാ സിസ്റ്റർ പെണ്ണ് പറയും, ആക്ച്വലി ഇത് എക്സ്ട്രാ എബിലിറ്റി ഒന്നും അല്ല, ഞങ്ങളുടെ സയൻസ് ടെക്നിക്കാണ്. ഞങ്ങൾ ആക്ച്വലി സയന്റിഫിക്കലായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ബിഗ് ബോമിനും ഇപ്പൊ ഞങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. ബ്രൂക്കിനാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഫാമിലിയെ കുറിച്ച് ഏകദേശം കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ബ്രൂക്ക് പറയും, സത്യത്തില് ഇവരുടെ ഫാമിലി അത് ശരിക്കും ഒരു റോയൽ ഫാമിലി തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആ നോർത്ത് ഭാഗം മുഴുവൻ ഇവരുടെ ഫാമിലി ആയിരിക്കും കൺകെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പൊ ബിഗ് മോം പോലും ഇവരുടെ ഫാമിലി ആയിട്ടൊരു കണക്ഷൻ അത് ആഗ്രഹിക്കുന്നത്. ഇവരറിയപ്പെട്ടിരുന്നത് ഒരു ബീസ്റ്റ് ടീമായിട്ടാണ്. മാത്രമല്ല വർഷങ്ങളായിട്ട് റോയൽ പേഴ്സൺസ് ആയിട്ട് തന്നെയാണ് ഇവർ ജീവിച്ചു വരുന്നത്. ഇവരിപ്പോഴും ഒരു റോയൽ ഫാമിലി ടീം തന്നെയാണ്. ഇവരുടെ ഐലാൻഡിൽ ലാൻഡോ സോയിലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് ഞെട്ടുകയാണ്. ആഞ്ചിയുടെ സിസ്റ്ററിനും ഭയങ്കര അത്ഭുതം. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ പോലും ബ്രൂക്ക് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഓപ്പറാണെങ്കിൽ അവൾക്ക് ഇപ്പോ ലൂഫിയുടെ അവസ്ഥ കാണിച്ചു കൊടുക്കും. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം. അവള് ലൂഫിയെ മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം അടുത്ത നിമിഷം തന്നെ പറയും, ഇവൻ ആ പോയിസൺ ഫിഷിന്റെ സ്കിൻ പോർഷൻ അത് കഴിച്ചല്ലേ, അതുകൊണ്ടാണ് ഇത്രയധികം ഡീപ്പായിട്ട് പോയിസൺ ഇവന്റെ ബോഡിയിൽ സ്പ്രെഡ് ആയത്. ഈ പോയിസൺ അതൊരു അല്പം ഡിഫറെന്റ് ആണ്. അത് ആരുടെയെങ്കിലും ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം അവർ മരണപ്പെടും. പക്ഷെ ഇവന്റെ ബോഡി അത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് വളരെ പവർ ആയതുകൊണ്ടാണ് ഇത്രയും നേരവും ഇവന് പിടിച്ചു നിൽക്കാനായത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോയിസൺ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ലൂഫിയുടെ അടുത്തേക്ക് വരും. നീ ഭയങ്കര ലക്കിയാണ്. പോയിസൺ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ലിപ്പ് ലൂഫിയുടെ ലിപ്പിനോട് ചേർത്ത് വെച്ച് ആ ഒരു പോയിസൺ അതങ്ങനെ വലിച്ചെടുക്കും. ടോപ്പർ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഫ്രീസ് ആവുകയാണ്. ഇങ്ങനെ ഒരു ടെക്നിക്ക് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡ്രോപ്പ് പോയിസൺ പോലും ലൂഫിയുടെ ബോഡിയിൽ വിടാതെ അത് മുഴുവനായിട്ടും അവൾ അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം അവൾ ക്യാഷ്വലായിട്ട് പറയും, ഞാൻ ഒരു പോയിസൺ പിങ്കാണ്, എന്റെ ബോഡിയിൽ ഒരുപാട് പോയിസൺസ് ഉണ്ട്, എനിക്ക് പോയിസൺ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളത് മുഴുവനായിട്ടും സ്വാളോ ചെയ്യും. അടുത്ത സെക്കൻഡ് ലൂഫി ആണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കും. ലൂഫിക്കാണെങ്കിൽ നടന്ന ഒന്നും ഒട്ടും ഓർമ്മയില്ല. ഞാൻ ആ ഫിഷിന്റെ മീറ്റ് കഴിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. അതിന്റെ സ്കിൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അല്പം കൂടെ അത് കിട്ടുമോ ചോദിക്കും. അതിന് ചോപ്പർ ആണെങ്കിൽ ഒരു ഇടി കൊടുത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറയും. ലൂഫിക്കാണെങ്കിൽ സാഞ്ചിയുടെ സിസ്റ്ററിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. സാഞ്ചിയെ കാണുമ്പോൾ തന്നെയാണ് അവളെ കാണുമ്പോഴും ലൂഫിക്ക് തോന്നുക. മാത്രമല്ല അവളാണ് ഇപ്പൊ ലൂഫിയുടെ ജീവൻ രക്ഷിച്ചതും. ഉടനെ സാഞ്ചിയുടെ സിസ്റ്റർ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. ആക്ച്വലി സാഞ്ചിയും ഞങ്ങളുടെ ഫാമിലി ചേർന്ന ഒരാളാണ്. അവൻ എന്റെ സ്വന്തം അനുജനാണ്. വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറുപ്പത്തിൽ അവനെ കാണാതെ പോയി. ഞങ്ങൾ അവനെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു വാണ്ടഡ് പോസ്റ്ററിലൂടെയാണ് അവനെ കണ്ടെത്താനായത്. അവൻ ഒരിക്കലും ഒരു വാണ്ടഡ് പോസ്റ്ററിൽ വരാൻ പാടില്ല എന്ന് എന്റെ പപ്പ ആഗ്രഹിച്ചു. സോ അവന്റെ ഫോട്ടോ മാറ്റി ഡുവലിന്റെ ഫോട്ടോ അവന് പകരം കൊടുത്ത് അതിനുശേഷം എന്റെ പപ്പ നേവിക്കാരോട് അവനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. പക്ഷെ അവർ കൊണ്ടുവന്നത് സാക്ഷാൽ ഡുവലിനെയാണ്. അതിനുശേഷം ഞങ്ങൾ സാഞ്ചിക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. അതിനുശേഷം വേറെ വഴിയില്ലാതെ ഞങ്ങളുടെ പപ്പ തന്നെയാണ് സാഞ്ചിയുടെ റിയൽ ഫേസ് കൊടുത്ത് അവന്റെ ബൗണ്ടി അത് കൂട്ടി അലൈവായിട്ട് തന്നെ അവനെ പിടിക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചത്. സത്യത്തിൽ നിങ്ങളുടെ കപ്പലില് സാഞ്ചി ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞങ്ങൾ ചേസ് ചെയ്ത് ഇവിടേക്ക് വന്നത്. ഒന്നുകിൽ അവൻ ഞങ്ങളുടെ പപ്പയുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ബിഗ് മോമിന്റെ കയ്യിൽ. എനിക്ക് എന്റെ അനുജനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ആ ചേച്ചി പറയും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ ചേച്ചിയോട് താങ്ക്സ് പറയും. അതിനുശേഷം ദേഷ്യപ്പെട്ട് അങ്ങനെ വിളിച്ചു പറയും, അവരൊക്കെ എന്തൊക്കെ ചെയ്താലും സാഞ്ചിയെ അവനെ ഞാൻ വിട്ടു തരില്ല, അവൻ ഞങ്ങളുടെ ടീംമേറ്റ് ആണെന്ന് പറഞ്ഞ് ടെററായിട്ട് നിൽക്കും. ലൂഫി സംസാരിച്ചത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായിട്ട് ലൂഫിയെ തന്നെ നോക്കുകയാണ്. ഇവിടെ ആ ബ്രദർ അവൻ പല്ല് കടിച്ചു പറയും, നമ്മളുടെ ശത്രുക്കളെയാണ് നീ ഇപ്പൊ സഹായിച്ചത്, പക്ഷെ കുഴപ്പമില്ല, ഇവരൊരു കാരണവശാലും ലൂഫിയെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. പക്ഷെ സിസ്റ്ററിനാണെങ്കിൽ അതിന് യാതൊരു പരാതിയില്ല. അവള് ലൂഫിയെ നോക്കി ചിരിച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തലയിടുന്നില്ല, ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ ഞങ്ങളും കണ്ടിട്ടില്ല. അവൾക്ക് മനസ്സിലായി നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്നത് സാഞ്ചിയുടെ കല്യാണം അത് കലക്കാനാണെന്ന്.
ഇവിടെ ആ ബ്രദർ ആണെങ്കിൽ പെപ്പോംസിനെ കണ്ട് അവനോട് ചോദിക്കും, നീ എന്താ ഇവരുടെ കൂടെ? നീ ആ ബിഗ് മോമിന്റെ അസിസ്റ്റന്റ് അല്ലേ? നീ നൈസായിട്ട് ബിഗ് മോമിനെ ചീറ്റ് ചെയ്ത് ഇവരുടെ കൂടെ കൂടിയോ? അത് കേട്ട് പെപ്പോംസ് അവൻ ഫുൾ കലിപ്പില് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ കാര്യത്തിൽ ഇടപെടും. എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ കൂടും. ചിലപ്പോൾ ഞാൻ ബിഗ് മോമിന്റെ കൂടെ കൂടും, ചിലപ്പോൾ ഞാൻ ഇവരുടെ കൂടെ കൂടും. നിനക്കത് ചോദിക്കേണ്ട യാതൊരു റൈറ്റ്സും ഇല്ലാന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ അങ്ങനെ ചമ്മി ഐസായി പോവാണ്. സാഞ്ചിയുടെ സിസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അതേസമയം കടലിന്റെ അടിയിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ട ആരോ ഒരാള് ഇപ്പോ വേറൊരാളെ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറയാണ്. അവൻ ഈ കാര്യം ഷെയർ ചെയ്തത് അത് മറ്റാരോടും അല്ല, സാക്ഷാൽ നമ്മുടെ ജിംബയോടാണ്. കട്ട് ചെയ്താ ഇവിടെ ചോപ്പർ അവനാണെങ്കിൽ ലൂഫിയെ അട്ടിമുടി പരിശോധിക്കുകയാണ്. ലൂഫി ഇപ്പോ പെർഫെക്റ്റ് ആണ്. ആക്ച്വലി ആഞ്ചിയുടെ സിസ്റ്ററിന്റെ പവർ അതൊരല്പം വേഴ്സ്റ്റ് ആണെങ്കിലും നമ്മുടെ ചെക്കന് അത് കറക്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയി മാറി. പക്ഷെ ഇവിടെ ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അതേ ഫിഷ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. നാമി അവനാണെങ്കിൽ വമ്പം കലിപ്പില് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ആ ഫിഷ് എന്നല്ല ഇപ്പൊ ഇവിടെ കഴിക്കാൻ ഒരു കറിവേപ്പില പോലും ഇല്ല. നമ്മളിവിടെ വന്നത് മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാനല്ല, മറിച്ച് നമ്മുടെ സാഞ്ചിയെ അവന് രക്ഷപ്പെടുത്താനാണ്. അതിനെന്തെങ്കിലും നമ്മൾ എത്രയും വേഗം ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ഈ ഐലാൻഡിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് പെപ്പോംസിനോട് ഈ ഐലാൻഡിനെ കുറിച്ച് അവൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. അതിനവനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഐലാൻഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ബിഗ് മോം ഉള്ളത് ആ ഹോൾ കേക്ക് ഐലാൻഡിലാണ്. ആ ഐലാൻഡിന് ചുറ്റും ഒരുപാട് ഐലാൻഡ്സ് ഉണ്ട്. ആ ഐലാൻഡ്സ് എല്ലാം തന്നെ സാക്ഷാൽ ബിഗ് മോമിന്റെ കൺട്രോളിലാണ്. അവിടെ ആര് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം തന്നെ ബിഗ് മോം അപ്പ അറിയും. എല്ലാ ഐലാൻഡിലും കൂടെ 34 മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ കണ്ണു വെട്ടിച്ച് ആർക്കും ഇവിടേക്ക് വരാനോ പോകാനോ കഴിയില്ല. നേവിക്കാർക്കൊന്നും തന്നെ ഇവിടേക്ക് വന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവൻ കാര്യമായിട്ട് ഐലാൻഡിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും ബിഗ് മോമിന്റെ ഒരു ചെറിയ കപ്പൽ അവിടേക്ക് വരിക. പെപ്പോംസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വീണ്ടും കപ്പലിന്റെ അകത്തേക്ക് പറഞ്ഞയക്കും. ഇത് ബിഗ് മോമിന്റെ അസിസ്റ്റൻസ് ആണ്, ഞാൻ അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയക്കാം, അല്ലെങ്കിൽ അവര് ബിഗ് മോമിന് സിഗ്നൽസ് അയക്കുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പലിന്റെ അകത്തേക്ക് പോകും. പെപ്പോംസ് ആണെങ്കിൽ ആ കപ്പലിനെ നോക്കി നിൽക്കും. ആ കപ്പലിലുള്ളവരാണെങ്കിൽ പെപ്പോംസിനെ കണ്ട് അവനോട് ചോദിക്കും, ഇത് നമ്മളുടെ ശത്രുക്കളുടെ കപ്പലല്ലേ, ഇതെങ്ങനെ നിനക്ക് കിട്ടി? നീ ഇത്രയും ദിവസവും എവിടെയായിരുന്നു? അതിനവനാണെങ്കിൽ അവരുടെ അടുത്ത് പറയും, ഞാൻ ആ സോ ഐലാൻഡിൽ പെട്ടുപോയിരുന്നു, അവിടെ നിന്ന് ഞാനിത് അടിച്ചു മാറ്റിയതാണ്. ഈ കപ്പലും ഇതിന്റെ അകത്തുള്ള സ്വീറ്റ്സും എല്ലാം തന്നെ ബിഗ് മോമിന് പ്രസന്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. സോ ഇതൊരു സർപ്രൈസ് ആണ്, ഒരു കാരണവശാലും നിങ്ങളിതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് കേട്ട ആ മണ്ടന്മാര് അവരത് വിശ്വസിച്ച് പെപ്പോംസിന്റെ അടുത്ത് ഓക്കെ പറയും. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ് ആണെങ്കിൽ ആ ഐലാൻഡൊക്കെ കണ്ട് തുള്ളിച്ചാടി ഓടാൻ തുടങ്ങും. തന്നെ ഞൊടിയടയിൽ പെട്രോ അവളെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് നാമി അവളാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. കാരണം ചോപ്പറും ലൂഫിയും അവർ രണ്ടുപേരും അവളുടെ കണ്ണു വെട്ടിച്ച് ആ ഐലാൻഡിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ചോപ്പറിനെയും ലൂഫിയെയും കാണിക്കും. അവരാണെങ്കിൽ ആ ഐലാൻഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. മറ്റൊന്നുമല്ല, അവിടെയുള്ള മരങ്ങള്, പുല്ല്, വീടുകള് എല്ലാം തന്നെ ചോക്ലേറ്റും ഐസ്ക്രീമും കാൻഡീസും ഒക്കെ തന്നെയാണ്. അവർക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭ്രാന്തിളകി വിത്തുകാളെ പോലെ നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ ആ ഐലാൻഡിലൂടെ ഓടി നടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.